ഗൈസ്, വെൽക്കം ടു മൂവി ഷോക്കേസ്. 2017 റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് 47 മീറ്റേഴ്സ് ഡൗൺ. ഇവര് രണ്ടുപേരും സിസ്റ്റേഴ്സ് ആണ്. ഈ കാണുന്നത് ലിസ, ഇത് കെയ്റ്റ്. ഇവര് രണ്ടുപേരും കൂടെ മെക്സിക്കോയിൽ വെക്കേഷൻ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഇവർ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കെയ്റ്റ് ആണെങ്കിൽ ലിസയോട് നിന്റെ ബോയ് ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ലിസ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യുക മാത്രമാണ് ചെയ്തത്. അന്ന് രാത്രി കെയ്റ്റ് ഇടയ്ക്ക് ഉണർന്ന് നോക്കിയപ്പോൾ കൂടെ കിടന്ന ലിസയെ കാണാനില്ല. അവൾ ആ പൂൾ സൈഡിലിരുന്ന് കരയുകയായിരുന്നു. അവളോട് പോയി കാര്യം തിരക്കിയപ്പോഴോ അവള് ബ്രേക്കപ്പ് ആയി എന്ന് സത്യം കെയ്റ്റിനെ അറിയിക്കുന്നു. അവളൊരു ബോറിംഗ് പേഴ്സൺ ആണെന്നൊക്കെ പറഞ്ഞാണ് അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ഇട്ടിട്ട് പോയത്. അവളൊരു ബോറിംഗ് പേഴ്സൺ അല്ലെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൾ ഈ ട്രിപ്പിന് വന്നത് തന്നെ. ഇതൊക്കെ കണ്ടിട്ടെങ്കിലും അവൻ തിരികെ വരൂ എന്ന പ്രതീക്ഷയിലാണ് അവളിപ്പോഴും. ലിസയുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് കെയ്റ്റ് അവളെയും കൂട്ടിക്കൊണ്ടൊരു ക്ലബിന് പോകുന്നു. അവിടെ വെച്ച് അവർ അടിച്ചു പൊളിക്കുകയാണ്. അത് മാത്രമല്ല അവിടുന്ന് അവർക്ക് രണ്ട് ഫ്രണ്ട്സിനെ കൂടെ കിട്ടുന്നു, ജേവിയർ ആൻഡ് ലൂയിസ്. പുതിയ ഫ്രണ്ട്സുമായിട്ട് പെട്ടെന്ന് തന്നെ ഇവർ നല്ല ക്ലോസ് ആവുന്നു. ഈ ജേവിയറും ലൂയിസും മിക്ക വീക്കെൻഡുകളിലും ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് പോകാറുണ്ട്. ഭീമാകാരനായ ഷാർക്കുകളെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയ കേജ് ഡൈവിംഗ്, അതായത് ഒരു ഇരുമ്പ് കൂടിനുള്ളിൽ ഫുൾ സേഫ്റ്റി മെഷേഴ്സോടുകൂടെ കടലിനുള്ളിൽ ഇറങ്ങാനും അതുവഴി ഷാർക്കുകളെ നേരിട്ട് കാണാനുമുള്ള ഒരു സജ്ജീകരണമാണിത്. സംഭവം സേഫ് ആണ്, ഇവർ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. ഒരു $100 കാര്യമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴേക്കും കെയ്റ്റ് ആകെപ്പാടെ അങ്ങ് ഇൻട്രസ്റ്റഡ് ആയി. പക്ഷെ ലിസ അങ്ങനെ ആയിരുന്നില്ല. അവൾ ആദ്യം നോ പറഞ്ഞെങ്കിലും എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോഴേക്കും അവൾ എസ് പറയുന്നു. പിറ്റേ ദിവസം തന്നെ 4 പേരും കൂടെ ഷാർക്കിനെ കാണാനായിട്ട് പോവുകയാണ്. ഇത് ടൈലർ, പുള്ളിയാണ് ബോട്ടിന്റെ ക്യാപ്റ്റൻ. പുള്ളിക്കാരൻ പുതിയ ആൾക്കാരോട്, അതായത് ഈ ലിസയോടും കെയ്റ്റിനോടും നിങ്ങൾക്ക് സ്കൂബ ഡൈവിംഗ് ഒക്കെ അറിയാമല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും കെയ്റ്റ് ചാടിക്കേറി അറിയാമെന്നൊക്കെ കള്ളം പറയുന്നു. ഇവരെല്ലാവരും കൂടെ കേജ് ഡൈവിംഗ് ചെയ്യുന്ന ആ ബോട്ടിലേക്ക് എത്തി. ആ ഇരുമ്പ് കൂട് കണ്ടതും ലിസയ്ക്ക് ആകെപ്പാടെ ഒരു ഡൗട്ടായി. എന്തായാലും ബോട്ട് പതിയെ നീങ്ങി തുടങ്ങി. അങ്ങനെ കുറച്ചധികം സമയങ്ങൾക്ക് ശേഷം അവർ നടുക്കടലിലെത്തിയിരിക്കുകയാണ്. ആ ബോട്ടിലെ ക്യാപ്റ്റന്റെ ഹെൽപ്പർ ആണെങ്കിൽ കുറച്ച് മീനിന്റെ വേസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കലക്കിയ വെള്ളത്തിലേക്ക് ഒഴുകുകയാണ്. ഷാർക്കിനെ വിളിച്ചു വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അധികം താമസിക്കാതെ ഒരു വലിയ ഷാർക്കിനെ അവർക്ക് കാണാൻ സാധിക്കുന്നു. അതിനെ കണ്ടതും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. എന്നാൽ ലിസയാണെങ്കിൽ ഇതൊന്നും കാണാൻ നിന്നില്ല. അവൾക്ക് യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. അവള് കേജ് ഡൈവിങ്ങിന് പോകണ്ട എന്ന് പറയുന്നു. എന്നാൽ കെയ്റ്റ് ഒരു തരത്തില് അവളെ സമ്മതിപ്പിക്കുന്നു. ആദ്യം ജേവിയറും ലൂയിസും ആണ് പോകുന്നത്. അവര് രണ്ടുപേരും എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സുകളോടും കൂടെ ഇരുമ്പ് കൂടിനുള്ളിൽ പ്രവേശിക്കുന്നു. വെള്ളത്തിനടിയിലേക്ക് പോയാലും ക്യാപ്റ്റനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ മെത്തേഡ്സ് ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. ഈ ഇരുമ്പ് കൂട് വെറും 5 മീറ്റർ വരെയൊക്കെയാണ് ഇവർ വെള്ളത്തിലേക്ക് താഴ്ത്തുന്നത്. 5 മിനിറ്റിന് ശേഷം ജേവിയറും ലൂയിസും ഷാർക്കിനെയൊക്കെ കണ്ടിട്ട് സേഫ് ആയിട്ട് തിരിച്ചെത്തുന്നു. അടുത്തത് കെയ്റ്റും ലിസിയുമാണ്. അവർ ഇതിനു വേണ്ട ഫുൾ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് റെഡി ആവുന്നു. ടൈലർ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകുകയാണ്. അവരുടെ കയ്യിലുള്ള ആ എയർ ബാഗ്, അതായത് ആ യെല്ലോ ടാങ്ക്, അതിലെ എയറിന്റെ അളവെന്ന് പറയുന്നത് 200 ആണ്. അത് 100 ആകുമ്പം ടൈലറിനെ അറിയിക്കണം, അതുപോലെ 50 ആകുമ്പം പുള്ളി തിരിച്ചു കയറ്റും എന്നെല്ലാം പറയുന്നു. അത് മാത്രമല്ല വെള്ളത്തിനടിയിൽ ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്താൽ എയർ പെട്ടെന്ന് തീർന്നു പോകും, അതുകൊണ്ട് സ്ലോ ആയിട്ട് ബ്രീത്ത് ചെയ്യണം എന്നെല്ലാം പുള്ളി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് പോകേണ്ട സമയമായി. പയ്യന്മാരിൽ ഒരുത്തൻ അവർക്കൊരു ക്യാമറയും നൽകുന്നു. അവരുടെ കൂട് പതിയെ കടലിനുള്ളിൽ താഴുന്നു. ടൈലർ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. കടലിനടിയിലെ മനോഹര കാഴ്ചകൾ രണ്ടുപേരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു ഫോട്ടോ എടുക്കാമെന്നോർത്ത് ക്യാമറ എടുത്തപ്പോഴേക്കും അത് അവരുടെ കയ്യിൽ നിന്നും വഴുതി താഴേക്ക് പോയി. അത് മാത്രമല്ല ഒരു വലിയ ഷാർക്ക് വന്ന് ആ ക്യാമറ വിഴുങ്ങുകയും ചെയ്തു. ആ വലിയ ഷാർക്കിനെ കണ്ടതും രണ്ടുപേരും വല്ലാണ്ടങ്ങ് ഷോക്ക് ആകുന്നു. എന്നാൽ അപ്പോഴേക്കും അതിലും വലിയൊരു ഷാർക്ക് ഇവരുടെ കൂടിന് തൊട്ടടുത്തായിട്ട് വന്നു നിൽക്കുന്നു. അത് അവരുടെ കൂടിന് ചുറ്റും വലം വെക്കുകയാണ്. രണ്ടുപേരും ഓവർ എക്സൈറ്റഡ് ആണ്. പക്ഷെ അപ്പോഴേക്കും അവരുടെ ആ കൂട് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുകയും ജസ്റ്റ് ഒന്ന് താഴേക്ക് വരികയും ചെയ്തു. ഇത് കണ്ടിട്ട് ലിസയാണെങ്കിൽ തിരിച്ചു കയറ്റാൻ പറഞ്ഞ ബഹളം വെക്കുകയാണ്. കെയ്റ്റ് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ടൈലർ അവരുടെ കൂട് മുകളിലേക്ക് വലിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ക്രെയിനിന്റെ കൺട്രോൾ നഷ്ടപ്പെടുകയും അവരുടെ കൂട് വളരെ വേഗത്തിൽ താഴേക്ക് പതിക്കുകയും ചെയ്തു. 47 മീറ്റർ താഴത്തേക്കാണ് അവരുടെ കൂട് വന്ന് പതിച്ചത്. വീഴ്ചയുടെ ആഘാതത്തില് രണ്ടുപേരുടെയും ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം അവർ ഉണരുന്നു. ലിസയാണെങ്കിൽ വല്ലാണ്ടങ്ങ് ടെൻഷൻ അടിക്കുകയാണ്. എന്നാൽ കെയ്റ്റ് അവളെ ഒരു തരത്തിൽ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. കാരണം അധികം ടെൻഷൻ അടിച്ചാൽ എയർ വല്ലാണ്ടങ്ങ് കുറഞ്ഞു പോകും. അവർ ടൈലറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ദൂരം താഴത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അത് സാധ്യമാകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടിന് വെളിയിലിറങ്ങി കുറച്ച് മുകളിലേക്ക് നീന്തി ചെന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാമെന്നൊക്കെ കെയ്റ്റ് പറയുന്നുണ്ടെങ്കിലും ലിസ അതിന് അനുവദിക്കുന്നില്ല. കാരണം പുറത്ത് റിസ്ക് ആണ്, ഷാർക്കുകൾ ഉണ്ടല്ലോ. എന്നാൽ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും എയർ തീർന്നു പോകും എന്നുള്ളത് കൊണ്ടും കെയ്റ്റ് മുകളിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. പുറത്തിറങ്ങുന്നതിന് വേണ്ടിയിട്ട് കൂട് തുറക്കാൻ നോക്കിയപ്പോൾ അത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ക്രെയിനിന്റെ ഒരു വലിയ പീസ് അതിന് മുകളിലായിട്ടുണ്ടായിരുന്നു. കെയ്റ്റ് അവളുടെ എയർ ബാഗ് ഊരി വെച്ചിട്ട് കൂടിലെ ചെറിയ ഗ്യാപ്പ് വഴി പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നു.
ശ്രമിക്കുന്നു. എന്നാൽ അവളുടെ മാസ്ക് അതിൽ കുടുങ്ങുന്നു. അതുകൊണ്ട് തന്നെ റിസ്ക് ആണെന്ന് അറിഞ്ഞിരുന്നിട്ടും ആ മാസ്ക് മൂരി വെച്ചിട്ട് പുറത്തിറങ്ങുന്നു. പിന്നീട് എയർ ബാഗും മാസ്കും ധരിച്ച് കൂടിന് മുകളിലെ ആ ക്രെയിനിന്റെ പീസ് ഒരു തരത്തിൽ മാറ്റിയിട്ട് മുകളിലേക്ക് നീന്തുന്നു. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയൊക്കെയോ ടൈലറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. പുള്ളി ആദ്യം തന്നെ അവളുടെ കയ്യിൽ എത്ര എയർ ഉണ്ടെന്നാണ് അന്വേഷിച്ചത്. 55 ആയിരുന്നു. പുള്ളി അവളോട് പുറത്ത് സേഫ് അല്ല, കൂടിനുള്ളിലിരിക്കാൻ ആവശ്യപ്പെടുന്നു. അത് മാത്രമല്ല രക്ഷിക്കാൻ ആളെ അയക്കാമെന്നും പറയുന്നു. പിന്നെ ഒരു കാരണവശാലും മുകളിലേക്ക് നേരിട്ട് നീന്തി വരരുതെന്ന് അയാൾ വാൺ ചെയ്യുന്നു. കാരണം അത്രയും താഴത്ത് നിന്ന് മുകളിലേക്ക് നീന്തിയാൽ അത് മരണത്തിനിടയാക്കും എന്ന് അയാൾ പറയുന്നു. എന്തായാലും കേറ്റ് തിരികെ സേഫ് ആയിട്ട് ലിസയുടെ അടുത്തെത്തുകയും കാര്യങ്ങളെല്ലാം അവളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇവരിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ദൂരേക്ക് പോകുന്ന ഒരു സൗണ്ട് ഇവർക്ക് കേൾക്കാൻ സാധിച്ചത്. കെയ്ലറും കൂട്ടരും ചതിച്ചിട്ട് കടന്നു കളയുകയാണ് എന്ന് ലിസ പറയുന്നു. എന്നാൽ കെയ്റ്റ് അത് അംഗീകരിക്കുന്നില്ല. കാര്യത്തിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടിയിട്ട് കെയ്റ്റ് വീണ്ടും കൂടിന് വെളിയിലിറങ്ങി മുകളിലേക്ക് നീന്തുന്നു. എന്നാൽ അപ്പോഴേക്കും വലിയൊരു ഷാർക്ക് അവളുടെ നേരെ ആക്രമിക്കാൻ വരുന്നു. അവൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഒരു തരത്തിൽ കൂട്ടിൽ തിരിച്ചു കയറുന്നു. എന്നാൽ ആ ഷാർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അത് അവരുടെ കൂട് തകർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഷാർക്ക് ആ കൂടും അവരെയും ഉപേക്ഷിച്ച് അവിടെ നിന്നും പോകുന്നു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം അങ്ങ് ദൂരെയായിട്ട് ഒരു ടോർച്ച് ലൈറ്റ് കാണാൻ അവർക്ക് സാധിച്ചു. ഇവരെ അന്വേഷിച്ചു വന്ന ആ ബോട്ടിലെ ഹെൽപ്പർ ആണതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല ദൂരത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കൂടിന്റെ കമ്പിയിന്മേൽ കല്ല് വെച്ചിടിച്ച് സൗണ്ട് ഉണ്ടാക്കുകയാണ്. എന്നാൽ യാതൊരു ബലവും ഉണ്ടായില്ല. ആ ഹെൽപ്പറിനെ അന്വേഷിച്ചു പോകാൻ ഇവർ തീരുമാനിക്കുകയാണ്. ഇത്തവണ പക്ഷെ ലിസയാണ് പുറത്തിറങ്ങുന്നത്. കാരണം കെയ്റ്റിന്റെ കയ്യിലെ എയറിന്റെ അളവെന്ന് പറയുന്നത് 30 ആയിട്ടുണ്ടായിരുന്നു. ലിസയ്ക്ക് അത് 80 ഉണ്ട്. കെയ്റ്റ് കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അനുസരിച്ച് ലിസ പതിയെ പുറത്തിറങ്ങിയ ആ ഹെൽപ്പറിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചു. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു വലിയ ഷാർക്ക് അവളെ ആക്രമിക്കാൻ വരുന്നു. എന്നാൽ അവൾ ഒരു തരത്തില് ആ ഷാർക്കിന്റെ കണ്ണ് വെട്ടിച്ച് ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. ആ ഷാർക്ക് പോയതിനു ശേഷം വീണ്ടും തിരച്ചിൽ ആരംഭിക്കുന്നു. കുറെ ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ആ ടോർച്ച് ലൈറ്റ് ലഭിക്കുന്നു. എന്നാൽ അവിടെ ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണാനുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വലിയൊരു ഷാർക്ക് വരുന്നു. പക്ഷെ അത് അവളെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോഴേക്കും ആ ഹെൽപ്പർ അവളുടെ മുന്നിലെത്തി കൂട്ടിൽ കയറാൻ ആവശ്യപ്പെടുന്നു. പുള്ളിക്കാരൻ അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ ഒരു ഷാർക്ക് വന്ന് അവനെ ഒറ്റയടിക്കങ്ങ് വിഴുങ്ങുന്നു. ഇത് കണ്ട് പേടിച്ച് ഷോക്കായിട്ട് അവൾ അവിടെ ഒരിടത്ത് ഒളിച്ചിരിക്കുന്നു. കുറേയധികം ദൂരത്തോട്ട് വന്നതുകൊണ്ട് തന്നെ അവൾക്ക് വഴി മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കെയ്റ്റിനോട് കല്ല് വെച്ചിടിച്ച് സൗണ്ട് ഉണ്ടാക്കാൻ അവൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾക്ക് തിരിച്ചു പോകേണ്ട റൂട്ട് പിടികിട്ടി. എന്നാൽ അപ്പോഴേക്കും അവളുടെ മുന്നിലേക്ക് ആ ഹെൽപ്പറിന്റെ ഡെഡ് ബോഡി ഷാർക്ക് കൊണ്ടുവന്നിട്ടിട്ട് പോകുന്നു. അവൾ അത് കണ്ട് വല്ലാണ്ട് പേടിക്കുന്നു. പുള്ളിയുടെ കയ്യില് എത്ര എയർ മിച്ചമുണ്ടെന്ന് അവൾ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് 0 ആയിരുന്നു. അപ്പോഴാണ് ഇവരുടെ കൂട് കണക്ട് ചെയ്യാനുള്ള കേബിള് പുള്ളിയുടെ കൈവശം ഇരിക്കുന്നത് അവൾ കാണുന്നത്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു സ്പിയർ ഗണ്ണ് കൂടി അവൾക്ക് ലഭിക്കുന്നു. അവൾ തിരിച്ച് കൂടിനടുത്തെത്തി ആ കേബിള് കൂടുമായിട്ട് കണക്ട് ചെയ്യുന്നു. ശേഷം മുകളിലേക്ക് നീന്തി ചെന്ന് ടൈലറിനെ കാര്യം അറിയിക്കുന്നു. അധികം താമസിപ്പിക്കാതെ തന്നെ ടൈലർ അവരുടെ കൂട് മുകളിലേക്ക് വലിച്ചു തുടങ്ങി. ലിസയും സമയം കളയാതെ കൂടിനുള്ളിൽ പ്രവേശിക്കുന്നു. രണ്ടുപേരും വല്ലാണ്ടങ്ങ് സന്തോഷിക്കുകയാണ്. ഇവരുടെ കൂട് ഏകദേശം 20 മീറ്ററോളം മുകളിലെത്തിയിരിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ആ കൂട് കണക്ട് ചെയ്തിരിക്കുന്ന കേബിള് പൊട്ടിപ്പോകുന്നു. ഇവരുടെ കൂട് വീണ്ടും അതിവേഗത്തിൽ താഴേക്ക് പതിക്കുന്നു. അത് മാത്രമല്ല ലിസയുടെ കാല് ആ കൂടിനടിയിൽ കുടുങ്ങുകയും ചെയ്തു. അത്രയും വലിയ ഇരുമ്പ് കൂടിനടിയിൽ പെട്ടതുകൊണ്ട് തന്നെ അവളുടെ കാൽ അവിടെ നിന്നും എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കെയ്റ്റിന്റെ കൈവശമുള്ള എയറിന്റെ അളവെന്ന് പറയുന്നത് 5 ആവുകയും ചെയ്തിരിക്കുന്നു. ആ കൂടിനടിയിൽ കുടുങ്ങിയത് കൊണ്ട് തന്നെ ലിസയ്ക്ക് ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ കെയ്റ്റ് മുകളിലേക്ക് നീന്തി ചെന്ന് ടൈലറിനോട് കാര്യം പറയുന്നു. ടൈലർ ആണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, 1 മണിക്കൂറിനുള്ളിൽ കോസ്റ്റ് ഗാർഡ്സ് എത്തുമെന്ന് പറയുന്നു. അത് മാത്രമല്ല എക്സ്ട്രാ എയർ ടാങ്കുകൾ അയക്കാം എന്നും പറയുന്നു. എന്നാൽ ഒരു ടാങ്ക് ഫുള്ള് യൂസ് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ ടാങ്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഹലൂസിനേഷൻ ഉണ്ടാകുമെന്ന് അയാൾ പറയുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പരസ്പരം ശ്രദ്ധിച്ചിരിക്കണം എന്ന് അയാൾ പറയുന്നു. ടൈലർ എക്സ്ട്രാ എയർ ടാങ്കുകളും കൂടെ കുറച്ച് ഫ്ലൈയേഴ്സും താഴേക്ക് അയക്കുന്നു. കെയ്റ്റ് പുറത്തിറങ്ങി ആ എയർ ടാങ്കുകൾ കളക്ട് ചെയ്യുന്നു. അവളുടെ എയർ തീരാറായതുകൊണ്ട് അവിടെ വെച്ച് തന്നെ അവൾ അത് ചേഞ്ച് ചെയ്യുന്നു. ലിസയ്ക്കുള്ള ടാങ്കുമായിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു വലിയ ഷാർക്ക് അവളെ കടിച്ചെടുത്തോണ്ട് പോകുന്നു. ഈ കാഴ്ച ലിസയ്ക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഒന്നും ചെയ്യാനാവാതെ അവൾ ആ കൂടിനുള്ളിലിരുന്ന് നിലവിളിച്ചു. ലിസയുടെ എയറും തീരാറായിരിക്കുന്നു. എയർ ടാങ്ക് തൊട്ടടുത്ത് കൂടിന് വെളിയിലായിട്ട് കിടപ്പുണ്ടെങ്കിലും അതെടുക്കാൻ പോകാനായിട്ട് അവളെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം അവളുടെ കാല് ആ കൂടിനിടയിൽ കുടുങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോഴാണ് അവളുടെ കൈവശമുള്ള ആ സ്പിയർ ഗണ്ണിനെ കുറിച്ച് അവൾ ഓർത്തത്. അതുപയോഗിച്ച് അവൾ ആ എയർ ടാങ്ക് വലിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും അവളുടെ എയറിന്റെ അളവ് 0 ആയിട്ടുണ്ടായിരുന്നു. അവൾ ഒരു തരത്തില് ആ പുതിയ ടാങ്ക് കണക്ട് ചെയ്യുന്നു. അപ്പോഴാണ് ലിസയ്ക്ക് കെയ്റ്റിന്റെ സൗണ്ട് കേൾക്കാൻ സാധിച്ചത്. കെയ്റ്റ് മരിച്ചിട്ടില്ല, പക്ഷെ അവൾക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അവള് ലിസയോട് രക്ഷിക്കാനൊക്കെ പറഞ്ഞ് സഹായം അഭ്യർത്ഥിക്കുന്നു. ഇത് കേട്ടതും ലിസയ്ക്ക് വെറുതെ ഇരിക്കാനായില്ല. അവൾ ഒരു തരത്തില് അവളുടെ കാൽ എങ്ങനെയൊക്കെയോ പുറത്തെടുക്കുന്നു. ശേഷം കെയ്റ്റിനെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. കോസ്റ്റ് ഗാർഡ്സ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനൊന്നും അവൾ നിന്നില്ല.
കെയ്റ്റിനെയും കൊണ്ട് അവൾ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് നീന്തി തുടങ്ങി. ഷാർക്കുകളെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഫ്ലയേഴ്സും കത്തിച്ച് കയ്യിൽ പിടിക്കുന്നു. ടെയ്ലർ ആണെങ്കിൽ റിസ്ക് ആണ്, മരണം വരെ സംഭവിക്കാം എന്നെല്ലാം പറയുന്നുമുണ്ട്. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നീന്താനായിട്ട് ടെയ്ലർ ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ അത് നിങ്ങളെ മരണത്തിലേക്ക് നയിക്കും എന്ന് അയാൾ പറയുന്നു. കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലയർ കത്തി തീർന്നിരിക്കുന്നു. അടുത്ത ഫ്ലയർ എടുത്തപ്പോഴേക്കും അത് താഴേക്ക് പോവുകയും ചെയ്തു. കയ്യിലുള്ള അവസാനത്തെ ഫ്ലയർ കത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ചുറ്റും ഷാർക്കുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഫ്ലയേഴ്സ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവരെ അതൊന്നും ചെയ്തില്ല. ലിസയും കെയ്റ്റും അവരുടെ മാസ്കും ഓക്സിജൻ സിലിണ്ടറും മറ്റും ഊരി കളഞ്ഞിട്ട് മുകളിലേക്ക് നീന്തിയെത്തുന്നു. ടെയ്ലർ അവരെ ബോട്ടിലേക്ക് കയറാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ഒരു വലിയ ഷാർക്ക് വന്നിട്ട് ലിസയുടെ കാലിന് കടിച്ചെടുത്തോണ്ട് പോകുന്നു. എന്നാൽ ലിസ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ ആ ഷാർക്കിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചിട്ട് ആ ഷാർക്കിൽ നിന്നും രക്ഷ നേടുന്നു. രണ്ടുപേരും തിരിച്ച് ബോട്ടിൽ സേഫ് ആയിട്ട് എത്തുന്നു. എന്നാൽ അടുത്ത സീനില് ലിസ വെള്ളത്തിൽ കിടക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നു. കെയ്റ്റിനെ രക്ഷപ്പെടുത്തിയതും ഇവര് രക്ഷപ്പെട്ട് ബോട്ടിലെത്തിയതുമെല്ലാം ഇവൾ ആ വെള്ളത്തിൽ കിടന്ന് ഹലൂസിനേറ്റ് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. കെയ്റ്റ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞിരുന്നു. ലിസ അവളുടെ കാല് പോലും വെളിയിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു സമയങ്ങൾക്ക് ശേഷം കോസ്റ്റ് ഗാർഡ് എത്തുകയും ലിസയെ രക്ഷിക്കുകയും ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.